ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു മാല കോർക്കുന്നതിൻ്റെയാണ്. നല്ല ഭംഗിയുള്ള നമുക്ക് സെയിൽ കിട്ടുന്ന ഒരു മാലയാണ്. അതിന് ഞാനിവിടെ വൈറ്റ് ബീഡ് 8 mm പിന്നെ ഫ്ലവർ ബീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ക്രിസ്റ്റലിൻ്റെ ഇതുപോലെ സ്ക്വയർ ബീഡാണ്. പിന്നെ ഒരു ഫിഷ് ഹൂക്ക് വേണം, ഒരു ജംറിങ് വേണം. അപ്പം നമ്മൾ ഇതുപോലെ ത്രെഡ് സൂചിയായിട്ട് കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഈ ജംറിങ്ങിനെ ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചായി വീഡിയോസ് ഇട്ടിട്ട് ഷോർട്സുകൾ നമ്മൾ സ്ഥിരം ഇട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് തിരക്കുകളായിപ്പോയോണ്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ജംറിങ് ഇട്ടു. അതിനുശേഷം നമുക്ക് ഈ ക്രിസ്റ്റലിൻ്റെ ബീഡ്സ് ഒരു 17 ബീഡ്സോളം ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ നമുക്ക് നന്നായിട്ട് സെയിൽ കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു 17 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഈ 17 ബീഡ്സ് ഇട്ടിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ വൈറ്റ് ബീഡാണ്. 8 mm ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലവർ ബീഡാണ്. ഈ ഫ്ലവർ ബീഡിൻ്റെ ഒരു 3 ബീഡ്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് വൈറ്റ് ബീഡ് ഇടാം. ഈ രീതിയിൽ നമുക്ക് ഒരു 10 സെറ്റ് വേണം. അതായത് ഫ്ലവർ ബീഡ് ഇപ്പം നമ്മൾ ഇട്ടില്ലേ, ആ രീതിക്ക് ഒരു 10 സെറ്റോളം നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് ബീഡും ഫ്ലവർ ബീഡും കൂടെ ഒരു 10 സെറ്റ് ഇതുപോലെ ചെയ്യാം. അപ്പം നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേന് ഫ്ലവർ ബീഡ് വേറൊരു കളറായിട്ട് തോന്നുക, അല്ല, നമുക്ക് ക്രിസ്റ്റൽ എടുത്തേക്കുന്നതിൽ കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെരുന്നാൾ, സ്കൂൾ ഉറപ്പൊക്കെ വരുന്നില്ല, അപ്പോഴൊക്കെ നമുക്ക് ഓർഡർ കിട്ടുന്ന ടൈപ്പ് മാലയാണ് ചെയ്യണത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇതിൻ്റെ തന്നെ നമുക്ക് കമ്മൽ സെറ്റ് ചെയ്യാം. അതുപോലെ ബ്രേസ്ലെറ്റ് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 10 സെറ്റോളം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഒരു വൈറ്റ് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ വൈറ്റ് ബീഡ് ഇട്ട് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഒരു 17 ബീഡ് ഈ ഭാഗത്തും ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം, കോർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ക്രിസ്റ്റൽ ബീഡ് എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് നോർമൽ ബീഡ് വേണമെങ്കിൽ നോർമൽ ബീഡും ഇട്ട് ചെയ്യാം. ഞാൻ നോർമൽ ബീഡ് ഇട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് ഇതിൽ കൊടുത്തേക്കാം, ഫോട്ടോസ്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഫിഷ് ഹൂക്കും കൂടെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഫിഷ് ഹൂക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ 2 കമ്മൽ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഞാൻ വേറെ 2 കളർ ചെയ്തിട്ടുണ്ട്, ഒരു ഓറഞ്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് നോർമൽ ബീഡ്സാണ്. അതുപോലെ ഒരു ലാവൻഡർ കളറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമായെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കേ. അപ്പോഴൊക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.